വെൽക്കം ബാക്ക് ടു സ്റ്റുഡന്റ്. ഇന്ന് നമ്മുടെ മാത്സ് എക്സാംസ് ഒക്കെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ മാത്സിന്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 വീഡിയോസ് അപ്ലോഡഡ് ആണ്. ആൻഡ് ദിസ് ഇസ് പാർട്ട് 5 വീഡിയോ. ഐ തിങ്ക് യെസ്, പാർട്ട് 5 വീഡിയോ ആണ്. സോ അതിന് മുന്നിൽ എല്ലാ വീഡിയോസും കാണുക സമയത്തിനനുസരിച്ചിട്ടോ. ഞാൻ ഒരിക്കലും നിങ്ങളെ കമ്പൽ ചെയ്യില്ല. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ, നിങ്ങളൊന്ന് റിഫ്രഷ് ആവാൻ, അല്ലെങ്കിൽ എന്താ പറയുക, പഠിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഈ ചെറിയ റിവിഷൻ എപ്പോഴും, നമ്മളിപ്പോൾ 2 ദിവസമല്ലേ മാത്സ് പഠിച്ചുകൊണ്ടിരിക്കണു, അല്ലെ നമ്മുടെ മുന്നത്തെ എക്സാം കഴിഞ്ഞ എക്സാം വരെ മാത്സ് അല്ലേ, കുറേ ചെയ്തുകൊണ്ടിരിക്കല്ലേ. അപ്പൊ ഒരു ബ്രേക്കും ആണ്, നമ്മൾ ചെയ്യുന്നതിൽ നിന്നും ഒരു കൈക്ക് ഒരു റിലാക്സേഷനും ആണ്, പ്ലസ് നമ്മളൊരു റിവിഷൻ നടത്തുന്നുമുണ്ട് അല്ലെ. ഓക്കെ, ഞാൻ ഇന്നത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആട്ടോ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ദ ഫോളോയിങ്, ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ ഫ്രം ബൈനോമിയൽ തിയറം. ഓക്കെ, ചെറിയ ചാപ്റ്റർ, കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യം, 3 ഇമ്പോർട്ടന്റ് കാര്യം, ഞാൻ 3 ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങൾക്ക് പറയാം. എക്സ്പാൻഡ് ദ ഫോളോയിങ് ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിൽ ഇടാം. x² പ്ലസ് 2/x ഹോൾ റേസ് ടു 4 എന്നുള്ള ഈ ഒരു ടേം നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. സോ വെറുതെ എക്സ്പാൻഡ് ചെയ്യല്ല. സോ ഇതിനൊരു ഇക്വേഷൻ ഉണ്ടാവും അല്ലെ, ആ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾ പഠിച്ചിരിക്കണം. ഞാൻ ഇക്വേഷൻ ബോർഡിൽ എഴുതട്ടെ, നിങ്ങൾ ആ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഇക്വേഷൻ ബോർഡിൽ എഴുതുന്നുണ്ട്. a plus b the whole raised to n is equal to, ഇത് a plus b the whole raised to n എന്ന ഫോർമാറ്റിൽ അല്ലേ. സോ a plus b the whole raised to n is equal to NC0 a raised to n plus NC1 a raised to n minus 1 b plus etc plus NCn minus 1 a b raised to n minus 1 plus NCn b raised to n. ഫോർമുലയാണ് a plus b ന്റെ a minus b ന്റെ, അങ്ങനെയൊക്കെ കുറച്ച് ഫോർമുലാസ് പഠിക്കാനുണ്ട്. 4 എണ്ണമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് ഉറപ്പില്ല, 4 എണ്ണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഓർമ്മയില്ല, നിങ്ങളൊന്ന് റെഫർ ചെയ്യാൻ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ a plus b ന്റെ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ചെയ്ത സംഭവത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നമ്മുടെ n-ന്റെ വാല്യൂ എത്രയാണ്? 4 ആണ് കേട്ടോ. ഓക്കെ, n-ന്റെ വാല്യൂ 4 ആണ്, a-ന്റെ വാല്യൂ x² ആണ്, പിന്നെന്താ ഉള്ളത്, b-ന്റെ വാല്യൂ 2/x ആണ്. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. NC0 എന്ന് പറഞ്ഞാൽ 4C0 x² raised to 4 അല്ലെ. a എന്ന് പറഞ്ഞാൽ x² raised to n എന്ന് പറഞ്ഞാൽ raised to 4 അല്ലെ. x² raised to 4 plus 4C1 x² the whole cube into 2/x. into 2/x എന്ന് പറഞ്ഞാൽ into b ഇല്ലേ, അപ്പൊ into 2/x. n minus 1 എന്ന് പറഞ്ഞാൽ n 4 ആണ്, അപ്പൊ 4 minus 1 3 ആണ്. അതാണ് x² raised to 3 എന്ന് പറയുന്നത്. 2/x plus 4C2 x² the whole square into 2/x the whole square plus 4C3 x² into 2/x the whole cube plus 4C4 2/x the whole raised to 4. നിങ്ങൾക്ക് എങ്ങനെ അറിയാതെ ഇവിടെയാണ് ഇങ്ങനെ തുടങ്ങി ഇവിടെ നിർത്തണം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നമ്മുടെ n ഇല്ലേ, നമ്മുടെ n എന്താ വാല്യൂ? 4 അല്ലേ. ആ 4 ഇവിടെ വരിക എന്നുള്ളത് അവിടെ ഒരു നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതുവരെ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകണം. ഇപ്പൊ മേലെ 5 ആണെങ്കിൽ ഇതിപ്പോ 5 വരെ ചെയ്യണം. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോവാം. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ ഞാൻ പറയുന്നത് 4C0 x ആ സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നമ്മുടെ ആയുധമായിട്ടുള്ള കാൽക്കുലേറ്റർ ഉണ്ട്. ഓക്കെ, കാൽക്കുലേറ്റർ എടുക്കുക, ചെയ്യുക, ഫൈനൽ ആൻസർ എഴുതുക. ഓക്കെ, അപ്പൊ കാൽക്കുലേറ്റർ നിങ്ങൾക്ക് അറിയാലോ, കാൽക്കുലേറ്റർ ഫൈനൽ ആൻസർ ചെയ്യാൻ അറിയാലോ. അപ്പൊ ഞാൻ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം നിങ്ങൾക്ക് കാണിച്ചത് മതിയല്ലോ. ഇക്വേഷൻ നിങ്ങൾ പഠിച്ചേക്കുക, വൃത്തിയായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ കാൽക്കുലേറ്ററിൽ 4G0 അടിച്ചു കൊടുക്കുക, വാല്യൂ കിട്ടും. 4G0 എത്രയാണ്? 1 അല്ലേ. x² the whole. ഓക്കെ, ഞാൻ കാര്യം വേണമെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. x² raised to 4 എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്തത് x raised to 8 ആണ്, അതായത് 4 into 2 ആണ് 8. അത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണേ. പിന്നെ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഡയറക്റ്റ് ചെയ്യാത്രേ ഉള്ളൂ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യം മാത്രം ഞാൻ പറഞ്ഞാൽ പോലെ. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, കമന്റ് അല്ല, ഗ്രൂപ്പിൽ ഒന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം പോലെ, ഗ്രൂപ്പ് ആണെങ്കിലും കമന്റ് ആണെങ്കിലും വാട്ട് എവർ. ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കട്ടെ. അപ്പോ എക്സ്പാൻഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കട്ടെ.
ഓക്കെ ഓക്കെ. അടുത്തത് ഒരു സംഭവം അതായത് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കൺസിഡർ ദ എക്സ്പാൻഷൻ ഓഫ് x+3 whole raised to 8. x+3 whole raised to 8 എന്നൊരു ഇക്വേഷൻ കൺസിഡർ ചെയ്യുക, ബൈനോമിയൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. റൈറ്റ് ഇറ്റ്സ് ജനറൽ ടേം, അതാണ് ഒന്നാമത്തെ സബ്പാർട്ട്. രണ്ടാമത്തെ സബ്പാർട്ട് ഹെൻസ് ഫൈൻഡ് ദ തേർഡ് ടേം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ബൈനോമിയൽ ഇക്വേഷൻ എന്താണ്? x+3 the whole raised to 8 ആണ്. നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ജനറൽ ടേം ആണ്. ജനറൽ ടേം അല്ലെ, ജനറൽ ടേം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. എന്താണ് ജനറൽ ടേം കണ്ടുപിടിക്കാനുള്ള ഡയറക്റ്റ് ഇക്വേഷൻ? tr+1 is equal to ncr a raised to n minus r b raised to r. അല്ലേ, ഇവിടെ എന്നിന്റെ വാല്യൂ എന്റെ വാല്യൂ ഒക്കെ ഒന്ന് വേഗം പറഞ്ഞു നോക്കൂ. എന്നിന്റെ വാല്യൂ 8 ആണ്, എന്റെ വാല്യൂ x ആണ്, ബിന്റെ വാല്യൂ 3 ആണ്. റെഡി? നമുക്ക് ചെയ്യാലോ. tr+1 അല്ലേ, tr+1. ആറിന് വാല്യൂ ഒന്നും ഇല്ല, ആറിന് വാല്യൂ ഉണ്ടോ നമ്മുടെ ക്വസ്റ്റ്യനിൽ? ഇല്ലല്ലോ. r+1 is equal to എന്നിന്റെ വാല്യൂ എത്രയാണ്? 8 c r x raised to 8 minus r 3 raised to r. ഇതാണ് നമ്മുടെ ജനറൽ ടേം. ഓക്കെ അല്ലേ? ഇക്വേഷൻ പഠിച്ചേക്കെ, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ, ഇക്വേഷൻ അറിഞ്ഞിരിക്കണേ. രണ്ടാമത്തെ ഇതിനകത്ത് തന്നെ വരുന്ന രണ്ടാമത്തെ സബ്പാർട്ട് ക്വസ്റ്റ്യൻ ഞാൻ പറയാം. hence find third term അല്ലേ, hence find third term അങ്ങനെയല്ലേ. ഒരു ഉദാഹരണം പറയാം. അതായത് ഇപ്പൊ +2 പാസ് ആവണം അല്ലേ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് 10th പാസ് ആവുക എന്നത് ചെയ്യുക. ഹെൻസ് +2 പാസ് ആവുക. അതിനർത്ഥം എന്താണ്? 10th കഴിഞ്ഞാലേ നമുക്ക് എന്ത് പാസ് ആവാൻ പറ്റുള്ളൂ? +2 പാസ് ആവാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഒന്ന് കഴിഞ്ഞിട്ട് അതുമായി കണക്ട് ചെയ്തിട്ട് മറ്റൊരു സാധനം വരികയാണെങ്കിൽ നമ്മൾ ഹെൻസ് എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് പറയാൻ പറ്റും? ഇതിൽ നിന്ന് എന്തൊക്കെയോ ചെയ്ത് ഇതിൽ നിന്നാണ് നമുക്ക് അപ്പൊ തേർഡ് ടേം കണ്ടുപിടിക്കാൻ പറ്റുക. ഇതിൽ നിന്ന് നമ്മൾ തേർഡ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ r-ന് 3 എന്നിട്ട് 2 എന്നിട്ട് കൊടുക്കണം. മനസ്സിലായോ? കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ r-ന് ഞാൻ 2 ഇട്ട് കൊടുത്തു. അപ്പൊ നമ്മുടെ ടേം എന്തായി? r-ന് 2 ഇട്ട് കൊടുത്ത് 2+1 3 ആയില്ലേ. നമ്മൾ കണ്ടുപിടിക്കുന്ന തേർഡ് ടേം അല്ലേ. കണ്ടുപിടിക്കുന്ന തേർഡ് ടേം ആയിരിക്കണമെങ്കിൽ r-ന് ഞാനിപ്പോ ഇവിടെ 3 ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം. tr+1-ല് r-ന് ഞാൻ 3 ഇട്ട് കൊടുത്തു. തേർഡ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് ഞാൻ 3 ഇട്ട് കൊടുത്തു. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? t4 ആയിരിക്കില്ലേ, ഫോർത്ത് ടേം ആയിരിക്കില്ലേ. കണ്ടുപിടിക്കേണ്ട തേർഡ് ടേം അല്ലേ. സോ തേർഡ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ r-ന് 2 ഇട്ട് കൊടുക്കാം. ഫോർത്ത് ടേം കണ്ടുപിടിക്കണമെങ്കിൽ r-ന് 3 ഇട്ട് കൊടുക്കാം. ഒരു വാല്യൂ തൊട്ട് മുന്നിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ ഓക്കെ. t2+1 കിട്ടി അല്ലെ. t2+1 നമ്മുടെ ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. r-ന് 2 ഇട്ട് കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പൊ 8c2 x raised to 8 minus 2. 8 minus 2 എത്രയാ? 6 അല്ലേ. -2 6 3 സ്ക്വയർ അല്ലെങ്കിൽ 3 raised to r 3 raised to 2 3 സ്ക്വയർ. അപ്പൊ t3 is equal to 8c2 ന്റെ വാല്യൂ എത്രയാണ്? 28 ആണ്. കാൽക്കുലേറ്റർ ഉണ്ടല്ലോ അല്ലേ. ഇൻറ്റു 3 സ്ക്വയർ എത്രയാണ്? 9 ഇൻറ്റു x raised to 6 അല്ലേ. ഫൈനൽ ആൻസർ നമുക്ക് എത്ര കിട്ടി? 252 x raised to 6 എന്ന് കിട്ടി. ഒന്നുമില്ല, 28 into 9 ചെയ്തു. അപ്പൊ നമുക്ക് 252 x raised to 6 എന്ന് കിട്ടി. മനസ്സിലായിട്ടാവുമല്ലോ. ജനറൽ ടേം കണ്ടുപിടിക്കുക. ജനറൽ ടേമിൽ നിന്നും r-ന് നമ്മൾ ഏതാണോ ഇട്ട് കൊടുക്കുന്നത്, ഏതാണോ കണ്ടുപിടിക്കേണ്ട ടേം, അതിൽ നിന്ന് ഒരു ടേം കുറച്ചിട്ട് കൊടുക്കുക. ഓക്കെ, ഞാൻ വായിക്കട്ടെ. ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബൈനോമിയൽ ചെറിയ ചാപ്റ്ററും ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് പഠിച്ചിട്ട് പോണേ. എക്സ്പാൻഡ് ഒക്കെ ഒരു 2 ക്വസ്റ്റ്യൻ ഒക്കെ എടുക്കാം. എന്നിട്ട് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. കിട്ടും, കിട്ടാതെ ഇരിക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മിഡിൽ ടേം കണ്ടുപിടിക്കാം. ഓക്കെ, മിഡിൽ ടേം കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഞാൻ വായിച്ചു. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x+3 whole raised to 8 ആയിരുന്നു അല്ലെ. അപ്പം ഇതിന്റെ ഈ ഒരു സംഭവത്തിന്റെ മിഡിൽ ടേം കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം 8 എന്ന് പറയുന്നത് ഒരു ഈവൺ നമ്പർ ആണ്. സോ ഇതിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരൊറ്റ മിഡിൽ ടേമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരൊറ്റ മിഡിൽ ഈവൺ നമ്പർ ആണ്. സോ ഒരൊറ്റ മിഡിൽ ടേമേ ഉണ്ടാവുള്ളൂ. ഓഡ് നമ്പർ ആണെങ്കിൽ 2 മിഡിൽ ടേം ഉണ്ടാവും. ഈവൺ നമ്പർ ഒരൊറ്റ മിഡിൽ ടേം. അപ്പൊ ഇതിന്റെ മിഡിൽ ടേം എങ്ങനെ ചെയ്യാം? ആദ്യം 8+1 divided by 2 ആണെന്ന് അറിയാം. ഓക്കെ, ഇതാണ് ഇത്രാമത്തെ ആയിരിക്കും ഇതിന്റെ മിഡിൽ ടേം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ക്രോസ് ചെയ്ത് നോക്കാലോ. 8 into 1 8 plus 2 into 1 2 divided by 2 8 plus 2 10 10 by 2 5 അല്ലേ. ഫിഫ്ത്ത് ടേം ആയിരിക്കും ഇതിന്റെ മിഡിൽ ടേം. മനസ്സിലായോ?
5 ഇതിന്റെ മിഡിൽ ടേം ആണെന്നല്ല, 5ാമത്തെ ടേം ആണ് മിഡിൽ ടേം. അപ്പൊ എത്രാമത്തെ ടേം ആണ് മിഡിൽ ടേം എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? ഈവൺ ആണെങ്കിൽ അതേ പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ചെയ്യാ, ക്ലോസ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്രാമത്തെ ആണെന്ന് കിട്ടും. ഓക്കെ, ഇത്രാമത്തെ ആണെന്ന് നമുക്ക് കിട്ടുമല്ലോ. നമ്മുടെ ജനറൽ ഇക്വേഷൻ, ജനറൽ സൊല്യൂഷൻ എന്തായിരുന്നു? ജനറൽ സൊല്യൂഷൻ അല്ല, ജനറൽ ടേം എന്തായിരുന്നു? ജനറൽ ടേം എന്തായിരുന്നു? TR+1 is equal to 8CR x raised to 8 minus R 3 raised to R എന്നായിരിക്കില്ലേ? ആയിരുന്നില്ലേ? ഞാൻ വായിച്ചതാണ്. സോ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കണമെങ്കിൽ നോക്കുക. ഓക്കെ, എഴുതി വെക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, 8CR x raised to 8 minus R 3 raised to R ആണ് നമ്മൾ കണ്ടുപിടിച്ചു. നമ്മുടെ ആദ്യത്തെ സബ്പാർട്ട് ആയിരുന്നു, കണ്ടുപിടിച്ചു അല്ലെ? ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എത്രാമത്തെ ആണെന്ന് പറയുന്നത്? 5ാമത്തെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? അപ്പൊ നമ്മൾ 6ന് 4 ഇട്ട് കൊടുക്കാം. നമ്മൾ തൊട്ടുപോയി ചെയ്തില്ലേ? അതേപോലെ തന്നെ എത്രയാമത്തെ ആണോ അതൊന്ന് 1 കുറച്ചിട്ട് കൊടുക്കാം. സോ 6ന് എത്ര ഇട്ട് കൊടുക്കാം? 4 ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? T4+1 is equal to 8C4 x raised to 8 minus 4. 8 minus 4 എത്രയാ? 4 അല്ലേ? 3 raised to 4. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി? അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ ആൻസർ എന്തായിട്ട് കിട്ടും? T5 is equal to 8C4 എത്ര ഉത്തരം? 8C4 70 ആണ്, into x raised to 4 into 3 raised to 4 എത്ര ഉത്തരം? 3 raised to 4 81, which is equal to ഫൈനൽ ആൻസർ നമുക്ക് 5670 x raised to 4 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ മിഡിൽ ടേം കണ്ടുപിടിക്കുക. മനസ്സിലായോ? എങ്ങനെ മിഡിൽ ടേം കണ്ടുപിടിക്കുന്ന പ്രൊസീജർ? ഈവൺ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഫിഫ്ത്ത് ടേം ആണെന്ന് കിട്ടും. അപ്പൊ നമ്മൾ ജനറൽ സൊല്യൂഷൻ എടുക്കുക, R വാല്യൂ 1 കുറച്ചിട്ട് കൊടുത്തിട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിനകത്ത് വാല്യൂസ് എഴുതി വെച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ കാൽക്കുലേറ്റർ ഇല്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എനിക്ക് വന്നിട്ട് ഇത്രയും വലിയ വാല്യൂ 70 × 81 എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിനേക്കാൾ എഴുതി വെച്ച വാല്യൂ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നല്ലേ നല്ലത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഞാൻ വാല്യൂ നോക്കി എഴുതിയത്. ഓക്കെ, കമന്റിൽ ചേച്ചി എന്താ ബുക്ക് നോക്കി എഴുതുന്നത് കമന്റ് ഒന്നും ചെയ്യണ്ട, ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ മുൻകൂട്ടി പറഞ്ഞേ ഉള്ളൂ, ബിക്കോസ് എന്റെ കയ്യിൽ കാൽക്കുലേറ്റർ ഇല്ല. സോ ഞാൻ അതുകൊണ്ട് മുൻകൂട്ടി വാല്യൂസ് ഇവിടെ ചെയ്തെഴുതി. നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉണ്ട്, സോ നിങ്ങൾ ചെയ്തെഴുതും, അത്രേ എഴുതും. നമ്മൾ രണ്ടിനും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ ഈ ഒരു ബൈനോമിയൽ ഇത്രയും ക്വസ്റ്റ്യൻസ്, എക്സ്പാൻഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ജനറൽ ടേമിന്റെ ക്വസ്റ്റ്യൻ, മിഡിൽ ടേമിന്റെ ക്വസ്റ്റ്യൻ, അങ്ങനെ ഈ ഒരു 3 കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും ഇതാണ് ഇമ്പോർട്ടന്റ്. ഇത് വന്നാൽ നിങ്ങൾക്ക് ചെയ്യും, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. വന്നാൽ നിങ്ങൾ ഫുൾ മാർക്ക് സ്കോർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ക്വസ്റ്റ്യൻ, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടെന്ന് സാർ. സോ നമ്മുടെ നെക്സ്റ്റ് പാർട്ട്, ദാറ്റ് ഇസ് ലാസ്റ്റ് പാർട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരുപാട് ടോപ്പിക്സ് ഞങ്ങൾ എടുക്കാതെ പോയിട്ടുണ്ട്. ഡ്യൂ ടു ഒന്നാമത്തെ കാര്യം സമയത്തിന്റെ പരിമിതി തന്നെയാണ്. രണ്ടാമത്തെ കാര്യം സമയം എന്താണെങ്കിലും, ഇപ്പോൾ എത്ര ലേറ്റ് നൈറ്റ് ആണെങ്കിലും 10 മണിയാണെങ്കിലും വീഡിയോ എടുക്കാൻ, പ്രോബ്ലംസ് ചെയ്തു തരാൻ എനിക്ക് ഒരു മടിയുമില്ല, ഞാൻ ചെയ്തു തരാം. പക്ഷെ സേക്കാരും ഉണ്ട്, ഇംപ്രൂവ്മെന്റുകാരും ഉണ്ട്. നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് വരെ വീഡിയോ നോക്കി പഠിക്കുക എന്ന് പറയുന്നത് ഞാനും ഒട്ടും നിങ്ങളെ അങ്ങനെ ചെയ്യുന്ന ഒരിക്കലും പറയില്ല. ബിക്കോസ് മാത്സ് ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ്. ചെയ്ത് പഠിച്ച സാധനം റിവൈസ് ചെയ്യാനാണ് ഈ വീഡിയോ ഇരിക്കുന്നത്. മനസ്സിലായോ? വീഡിയോ മാത്രം നോക്കിക്കൊണ്ട് പോയാൽ ഒരു കുട്ടി ഒരിക്കലും പാസ്സാവില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു പ്രതീക്ഷയിലിരിക്കുകയാണ്. സ്ട്രൈറ്റ് ലൈൻസ് ഉണ്ട് നമ്മൾക്കിനി, ലിമിറ്റ്സ് ഉണ്ട് നമ്മൾക്കിനി പഠിക്കാൻ. പിന്നെ ഏതാണുള്ളത്? നമ്മുടെ സ്റ്റാറ്റി ഉണ്ട്. ഓക്കെ, കോണിക് സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ വെയിറ്റ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് സേക്കാരുടെ കേസ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറ്റ് പഠിക്കാം, കോണിക് പഠിക്കാം, ലിമിറ്റ്സും തള്ളി വിടാം. നമുക്ക് വേണമെങ്കിൽ സ്ട്രേറ്റ് ലൈൻസ് വിടാം. അങ്ങനത്തെ നിങ്ങൾക്ക് കൊണ്ട് ഡൈജസ്റ്റ് ആവാത്ത ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ തട്ടിക്കോളൂ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. കോണിക്കിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പർബോള, പാരബോള, എലിപ്സ്, ഇത് 3ന്റെയും ഇസെൻട്രിസിറ്റി, ഫോക്കസ്, ഓരോന്നും ഏത് ആക്സിസിൽ വന്നാൽ എങ്ങനെ കണ്ടുപിടിക്കണം. എക്സ് ആക്സിസിൽ വന്നാൽ y 0 ആണ്, y കണ്ടുപിടിച്ച x 0 ആണ്. ഓരോന്നിന്റെ x/a, y+y/b, അങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെ വളരെ വളരെ തുറവായിരിക്കണം. ഇതൊക്കെ നിങ്ങളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ സോൾവ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഞാനിപ്പോ പറയാം ഇതാണ് ഇസെൻട്രിസിറ്റി, അല്ലെങ്കിൽ ഇതിന്റെ പാരബോളിന്റെ ഇസെൻട്രിസിറ്റി ഇങ്ങനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇതിങ്ങനെ കണ്ടുപിടിക്കുക, ഇങ്ങനെ കണ്ടുപിടിക്കുക എനിക്ക് പറയാൻ പറ്റും അല്ലേ? നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്കത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞു പോലും തരേണ്ട കാര്യമില്ല. അതാണ് കോണിക്കിന്റെ പ്രത്യേകത. നല്ലൊരു മാർക്ക് അതിനകത്ത് ഉണ്ടല്ലോ. സൊസൈക്കാരും ഇംപ്രൂവ്മെന്റ് കോമൺ എടുത്ത് പഠിക്കുമല്ലോ. ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഗ്രൂപ്പിൽ വരിക. ഗ്രൂപ്പിൽ എന്തായാലും വൈകിട്ട് അവിടെ നിന്ന് ഇവിടുത്തെ ഡൗട്ട് ക്ലിയറിംഗ് മാത്രമാണ് ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഡൗട്ട്സ് എന്തായാലും ആർക്കെങ്കിലും ഒരാൾക്ക് ഞങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, എല്ലാവരും ഡൗട്ട് ഞങ്ങൾ മെജോറിറ്റി എല്ലാവരെയും ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്.
സ്ട്രേറ്റ് ലൈൻസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫ്രം എന്താ പറയുക, ഇപ്പൊ 2 പോയിന്റ് തമ്മിലുള്ള സ്ലോപ്പ്, ഒരു ലൈനും ഒരു പോയിന്റും തമ്മിലുള്ള സ്ലോപ്പ്, പെർപെൻഡിക്കുലർ ബൈസെക്ടറിന്റെ കേസിൽ ഇക്വേഷൻ, 2 പോയിന്റ്സ് തമ്മിലുള്ള ഇക്വേഷൻ, ഒരു പോയിന്റും ഒരു സ്ലോപ്പും തമ്മിലുള്ള ഇക്വേഷൻ, അങ്ങനത്തെ പല 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 ഇക്വേഷൻസ് ആണ് അതിനകത്തുള്ളത് അല്ലെ. നിങ്ങളെ കൊണ്ട് ഇത്രയും ഇക്വേഷൻസ് പഠിച്ചിട്ട് പോകുമ്പോൾ മറ്റ് ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അറിയുന്നില്ല കേട്ടോ, കൺഫ്യൂസ് ആവുന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, ഒരു കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാം. ഒരു കുഴപ്പമില്ല, മാർക്ക് കുഴപ്പമാവും, എന്നാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാം, ഒരു കുഴപ്പമില്ല ചേച്ചി എന്തെങ്കിലും അവരോട് തോന്നുന്നുണ്ട് കേട്ടോ, സ്കിപ്പ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ സ്റ്റാറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് ആ ടേബിളിനകത്തുള്ള ഓരോ ഹെഡിങ്സും മനസ്സിൽ വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് മീൻ കണ്ടുപിടിക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയേഷൻ, അങ്ങനെ സംഭവം വേരിയൻസ് കണ്ടുപിടിക്കുക, ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ടേബിളിനെ കുറിച്ച് വളരെ വ്യക്തമായി, ടേബിളിന്റെ ഓരോ ഹെഡിങ് 4-5 ടേബിൾ വരച്ചിട്ട് പോലെ ഒരു ഹെഡിങ്സ് കൊടുക്കാനുണ്ടല്ലോ, അതും വൃത്തിയായിട്ട് പഠിച്ചിരിക്കണം. ഇനിയും ഫർദർ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഗ്രൂപ്പിൽ ഒന്ന് ചോദിക്കുക. സമയത്തിന്റെ പരിമിതിയുണ്ട്, അപ്ലോഡ് ചെയ്യാനുള്ള സമയത്തിന്റെ വൈകും. സോ അങ്ങനത്തെ ഒരുപാട് റീസൺസ് ഉണ്ട് ദാറ്റ് ഈ ഒരു ചാപ്റ്റേഴ്സ് ഒന്നും ഞങ്ങൾ കവർ ചെയ്യാത്തത് കൊണ്ട്. സോ സോറി, ബിക്കോസ് വിചാരിച്ചില്ല ഇങ്ങനെ ആവും, ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ചെറിയ വിഷമമുണ്ട്, എന്നാലും ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ പഠിക്കണം, പാസ്സാവണം. എനിക്ക് കെമിസ്ട്രിയിലും ഫിസിക്സിലും കിട്ടിയ പോസിറ്റീവ് ഫീഡ്ബാക്ക് മാത്സിലും നിങ്ങൾ എന്തായാലും തരണം, ഞാനത് എക്സ്പെക്ട് ചെയ്തിരിക്കും അല്ലേ. പഠിപ്പിക്കുന്ന ടീച്ചർ പിള്ളേരിൽ നിന്ന് പോസിറ്റീവായിട്ട് റെസ്പോൺസ് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. ടീച്ചർ ഒന്നല്ല, ജസ്റ്റ് ഒരു ചേച്ചി. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ട് ഫീഡ്ബാക്ക് തരണം, വൃത്തിയായിട്ട് പഠിക്കണം, എല്ലാവരും പാസ്സാവണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.